നമുക്ക് സാധിക്കുമോ? നമ്മൾ ആലോചിക്കണം. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സന്ദർഭത്തിൽ ഏറെ പ്രിയങ്കരമായത് തന്നേക്കാൾ അർഹരായവർ ആവശ്യപ്പെടുമ്പോൾ കൈവിടാൻ കഴിയണം. നമുക്ക് കടുപ്പമുള്ള സന്ദർഭത്തിൽ നമ്മളെ ദ്രോഹിച്ചവരോട് മാപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആലോചിക്കണം, ഇത്തരത്തിലുള്ള ഒരു മാനസികമായ പരുവത്തിലേക്ക് നമ്മളെത്താൻ പ്രവാചകനിലൂടെ അള്ളാഹു നമ്മളെ വളർത്തി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സഹോദരിമാരെന്ന നിലക്ക് പ്രത്യേകിച്ചും. നിങ്ങൾക്കറിയില്ലേ, മനസ്സിൽ പലപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചില അധമ വികാരങ്ങളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മാപ്പ് എന്ന് പഠിപ്പിക്കാൻ ഒരു സ്ത്രീയെയാണ് അള്ളാഹു ഉപയോഗപ്പെടുത്തിയത്. അത് സാധാരണ സ്ത്രീ ആയിരുന്നില്ല. പ്രിയങ്കരനായ നമ്മുടെ കണ്ണിലുണ്ണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി, നമ്മുടെയൊക്കെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മദീനയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത ഒരു കിംവദന്തി പരന്നില്ലേ? അതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഞാൻ ഒന്നും നൽകില്ലെന്ന് ആയിഷയുടെ പിതാവ് തീരുമാനിച്ചില്ലേ? എന്തിനായിരുന്നു ആ സംഭവം? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു കേവല ചരിത്രമല്ല, യാദൃശ്ചിക സംഭവവുമല്ല. ഒരു മുസ്ലിമിന്റെ മനസ്സ് എപ്രകാരം മാറണം എന്ന് അള്ളാഹു നമുക്ക് നൽകുന്ന ട്രെയിനിങ് ആയിരുന്നു അത്. പൊറുക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖിനോട് ഖുർആൻ ആവശ്യപ്പെട്ടു, ഫല്യഅഫു വല്യസ്ഫഹു. അഫുവും സഫഹും ഒക്കെ സാധാരണ പൊറുക്കലല്ല, മറിച്ച് ഒരടയാളം പോലും അവശേഷിക്കാത്ത രൂപത്തിലുള്ള പൊറുക്കലാണത്. അത്തരത്തിലുള്ള പൊറുക്കലാണ് നമുക്കിഷ്ടം. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിൽ നമ്മൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അൻനി. പക്ഷെ കുലുങ്ങിയില്ല അബൂബക്കർ. അള്ളാഹു വിടുവോ? അള്ളാഹു ഒരു അബൂബക്കറിനെ അല്ല ചികിത്സിക്കുന്നത്, മറിച്ച് മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിലാണ്, നമ്മളെയൊക്കെയാ. ഒരു ചോദ്യം ഖുർആൻ ചോദിച്ചു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. ആ ചോദ്യത്തിന് മുമ്പിൽ ഏത് മനുഷ്യനും കുലുങ്ങിപ്പോകും. ഏത് കടുപ്പമുള്ള മനസ്സിന്റെ ഉടമയും കുലുങ്ങിപ്പോകും. അള്ളാഹു പൊറുക്കണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലേ നിങ്ങളോട്? നിങ്ങൾ ആലോചിക്കൂ, പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? നമ്മളെപ്പോഴും ഓർക്കണം സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനാവണം. മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്ന ഒന്നാകരുത് നാം. മനസ്സ് തിരിക്കുന്നിടത്തേക്ക് ഞാൻ പോകുമെന്നല്ല നാം തീരുമാനിക്കേണ്ടത്. ഞാൻ തീരുമാനിക്കുന്നിടത്തേക്ക് എൻ്റെ മനസ്സ് വരണം. എന്താണ് മനസ്സെന്ന് നിർവചിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് ഇതുവരെ സാധ്യമായിട്ടില്ല. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മനസ്സിനെ കുറിച്ചറിയണം, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചറിയണം, അതിൻ്റെ പ്രവണതകളെക്കുറിച്ച് മനസ്സിലാക്കണം. അത് പ്രധാനമാണ്. അപ്പോൾ മാത്രമാണ് എങ്ങനെ എൻ്റെ മനസ്സ് ശുദ്ധിയുള്ളവനായി എനിക്ക് മാറാൻ കഴിയും എന്ന് നമുക്ക് തീരുമാനിക്കാനാവുക. ഇങ്ങനെ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. അതാണ് ഇന്ന് ആധുനിക സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിനെക്കുറിച്ച് ഒരുപാട് മിഥ്യകളുണ്ട്, ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. എന്നാൽ എന്താണോ മനസ്സിനെ സൃഷ്ടിച്ച, മനസ്സിനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യനല്ല, മനസ്സെന്ന സംവിധാനത്തെ, ഈ മനുഷ്യൻ എന്ന് പറയുന്ന വലിയ പ്രതിഭാസത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച ഇതിന്റെ എഞ്ചിനീയർ, ഇതിന്റെ നിർമ്മാതാവ് റബ്ബുൽ ഇസ്സത്ത് എന്താണ് മനസ്സിനെ കുറിച്ച് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. വഫിൽ അർദി ആയാതുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. ദൃഢവിശ്വാസികൾക്ക് ഭൂമിയിൽ നിരവധി തെളിവുകളുണ്ട്. വഫി അൻഫുസികും, വഫി അൻഫുസികും, നിങ്ങളിൽ തന്നെയുണ്ട്, നിങ്ങളുടെ മനസ്സുകളിലുണ്ട്. അഫലാ തുബ്സിറൂൻ, അതൊന്നും കണ്ട് മനസ്സിലാക്കുന്നില്ലയോ? ഒരു സത്തയാണ് മനസ്സെന്ന് പറയുന്നത്. ഖുർആന്റെ വീക്ഷണത്തിൽ അതിന് 3 വിശേഷണങ്ങളുണ്ട്. അതാണ് ഖുർആൻ നൽകുന്ന മനസ്സിന്റെ ചിത്രം എന്ന് പറയുന്നത്. വിശദാംശങ്ങളിലേക്ക് ഖുർആൻ കടക്കുന്നില്ല, അത് മനുഷ്യ ചിന്തക്ക് വിട്ടു നൽകി. അതുകൊണ്ടാണ് ഇന്നും മനുഷ്യന് നിരീക്ഷണം നടത്താനുള്ള, ഗവേഷണം നടത്താനുള്ള ഒരു ഇടമായി മനസ്സ് അവശേഷിച്ചിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ മനുഷ്യൻ എന്ന സിസ്റ്റത്തിന്റെ എഞ്ചിനീയറായ റബ്ബ് മനസ്സിനെ വ്യവഹരിക്കുന്നത് എപ്രകാരമാണ് എന്നതാണ്. 3 ചിത്രം. ഒന്നാമത്തേത്, മനസ്സിന്റെ വിശേഷണമായി ഒന്നാമതായി പറഞ്ഞത് തിന്മയിലേക്ക് നയിക്കുന്ന മനസ്സിനെ കുറിച്ചാണ്. അന്നഫ്സുൽ അമ്മാറ. സൂറത്ത് യൂസുഫിൽ അബ്ദുൽ അസീസ് രാജാവിന്റെ പത്നിയുടെ സംസാരത്തിൽ അതുണ്ട്. വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. 53-ാമത്തെ വചനം. ഞാൻ എൻ്റെ മനസ്സ് കുറ്റമറ്റതാണെന്ന് അവകാശപ്പെടുന്നില്ല, തീർച്ചയായും മനുഷ്യ മനസ്സ് അമ്മാറത്തുൻ ബിസ്സൂ, ലഅമ്മാറത്തുൻ ബിസ്സൂ, തിന്മക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് അനുഗ്രഹിച്ചവരുടേതൊഴികെ. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, എൻ്റെ റബ്ബ് ഗഫൂറാണ്, റഹീമാണ്, പൊറുക്കുന്നവനാണ്, പരമദയാലുവാണ്. ഇതാണ് ഒന്നാമത്തെ മനസ്സിന്റെ ഒരു സത്തയാണ്, ഒന്നാമത്തെ മനസ്സിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കുറ്റപ്പെടുത്തുന്ന മനസ്സാണ്, അന്നഫ്സുൽ ലവ്വാമ. നോക്കൂ, ആദ്യം പറഞ്ഞത് അൽ അമ്മാറ എന്നാണ്, തിന്മയിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന മനസ്സ്, തിന്മയിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുന്ന മനസ്സ്. ഇത് ഈ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ചെയ്തു പോയ ഏതെങ്കിലും അബദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ തെറ്റിന് ശേഷം ചെയ്ത ആൾക്ക് സ്വയം തന്നെ കുറ്റബോധമുണ്ടാവുകയും തൗബ അഥവാ പശ്ചാത്താപം ഉണ്ടാവുകയും ഭയം വരികയും ചെയ്യുന്ന അവസ്ഥയിലുള്ള ഒരു ഘട്ടമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അന്നഫ്സുൽ ലവ്വാമ, വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ എന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ തെറ്റ് ചെയ്യാത്തവനല്ല, അത് മലക്കുകളാണ്. തെറ്റ് ചെയ്യുന്നതിൻ്റെയും ദുർവിചാരങ്ങളെയും ഒക്കെ വെറുക്കുന്നവനാകണം മനുഷ്യൻ, ആക്ഷേപിക്കുന്നവനാകണം മനുഷ്യൻ. നോക്കൂ, നന്മക്കും തിന്മക്കും ഇടയിൽ ആടിക്കളിക്കുന്ന ഒരു മനസ്സുണ്ട്, അതാണ് നഫ്സുൽ ലവ്വാമ. ഈ നഫ്സുൽ ലവ്വാമ വീണ്ടും തിരിച്ച് നഫ്സുൽ അമ്മാറ ബിസ്സൂയിലേക്ക് പോകും. അതാണ് നഫ്സുൽ ലവ്വാമയുടെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് മൂന്നാമത്തെ ഒരു സ്റ്റേജ് റബ്ബ് പറഞ്ഞത്, അത് സമാധാനം പ്രാപിച്ച മനസ്സാണ്, അന്നഫ്സുൽ മുത്മഇന്ന. അന്നഫ്സുൽ മുത്മഇന്ന. അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബിയെ റസൂലായും പൂർണ്ണമായി അംഗീകരിച്ച മനസ്സ്. ഇത്തരം ഒരു മനസ്സിന് മറ്റൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. മരണസമയത്തും പരലോകത്തുമെല്ലാം ദുനിയാവിൽ എന്തായിരുന്നാലും ആ മനസ്സ് വല്ലാത്ത സമാധാനത്തിലായിരിക്കും. മരണസമയത്ത് പോലും സമാധാനത്തിലായിരിക്കും. എല്ലാവരും അസ്വസ്ഥമാകുമ്പോൾ അത് സമാധാനത്തിലായിരിക്കും. പരലോകത്തും ആ മനസ്സ് സമാധാനത്തിലായിരിക്കും. അതാണ് സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗം, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സഹോദരങ്ങളെ, ഇതാണ്
മനസ്സിന്റെ വ്യത്യസ്തമായ മൂന്നവസ്ഥകൾ. ഒരു സത്തയാണ്, അതിന് മൂന്നവസ്ഥയുണ്ട്. നമുക്ക് സമാധാനം കിട്ടേണ്ടത് അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴായിരിക്കണം. നോക്കൂ, ചില ആളുകളുണ്ട് ഭൗതികതയിൽ സമാധാനം കണ്ടെത്തുന്നവർ. ആമുഖമായി സംസാരിച്ച സഹോദരി പറഞ്ഞല്ലോ, സമ്പത്തിൽ സമാധാനം കണ്ടെത്തുന്നവർ, സൗന്ദര്യത്തിൽ സമാധാനം കണ്ടെത്തുന്നവർ, തറവാടിൽ സമാധാനം കണ്ടെത്തുന്നവർ. അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്ത് യൂനുസിലെ, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തി ദുനിയ വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവർ, ഐഹിക ജീവിതം കൊണ്ട് മാത്രം തൃപ്തിയടഞ്ഞവർ, വറദൂ ബിൽ ഹയാത്തി ദുനിയ വത്മഅന്നു ബിഹാ, അതിൽ സമാധാനം കണ്ടെത്തിയവർ. അവരുടെ സമാധാനം ഈ ജീവിതത്തിലെ നൈമിഷികമായ ചില സുഖങ്ങളിലും അനുഭൂതികളിലും ആയിരിക്കും. അതാണ്. നോക്കൂ, നമ്മൾ എവിടെയാണ് എന്ന് നമ്മൾ നോക്കണം. റബ്ബ് മനസ്സിനെ കുറിച്ച് നൽകിയ ഈ വിശേഷണങ്ങളിലൂടെ നമ്മുടെ മനസ്സ് എവിടെയാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. എന്തിനാണ് ഈ മൂന്ന് വിശേഷണങ്ങൾ റബ്ബ് നമുക്ക് പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചാൽ, അതൊരു ടൂളാണ്. ആ ടൂൾ നമ്മൾ ഉപയോഗിക്കണം. എന്നിട്ട് എൻ്റെ മനസ്സ് എവിടെയാണ് വ്യവഹരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. മനസ്സ് തെന്നിപ്പോകുമ്പോ മനുഷ്യരെന്ന നിലക്ക് അതിനുള്ള സാധ്യതയെ ഇസ്ലാം അംഗീകരിക്കുന്നു. കാരണം അള്ളാഹുവാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്, സംശയമില്ല. അതുകൊണ്ടാണ് ആകാശം മുട്ടേ പാപങ്ങൾ ചെയ്താലും പശ്ചാത്തപിക്കാനുള്ള അവസരമുണ്ട് എന്ന് പ്രവാചകന് ഉറപ്പു തന്നത് അതുകൊണ്ടാണ്. നോക്കൂ, എന്നിട്ട് അള്ളാഹു ആഗ്രഹിക്കുന്നത്, ഇസ്ലാം ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത് മൂന്നാമത്തെ ഇനത്തിൽ നമ്മുടെ മനസ്സുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ്. അത് ഉറപ്പുവരുത്താൻ വിശുദ്ധ ഖുർആൻ ആവോളം സംഭവങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ അവസാനിക്കുന്നിടത്ത് അടിക്കുറിപ്പ് അതിമനോഹരമായിരിക്കും. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, സൂറത്തുൽ മാഇദയിൽ കാണാം, ഒരുപാട് സ്ഥലത്തുണ്ട്. അള്ളാഹു നിങ്ങളുടെ മനസ്സുകളുടെ ചുരുളുകൾക്കുള്ളിലുള്ള മനോഗതങ്ങൾ ഏറ്റവും അറിയുന്നവനാണ് എന്ന്. വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ എവിടെയായാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. അള്ളാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടറിയുന്നവനാണ്. നിങ്ങൾ ആലോചിച്ചു, എത്ര സ്ഥലത്ത് സൂറത്ത് താരിഖ് വായിക്കുമ്പോ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്, ഒരു മേൽനോട്ടക്കാരനില്ലാതെ ഈ ലോകത്തൊരു മനുഷ്യനുമില്ല. നോക്കൂ, ഈ ഒരു ബോധം മനസ്സിനെ നന്മയിൽ വ്യവഹരിക്കാൻ പ്രചോദിപ്പിക്കുന്നു, തിന്മയിൽ നിന്ന് കരകയറാൻ പ്രേരിപ്പിക്കുന്നു. നോക്കൂ, നമ്മളെപ്പോഴും ചിന്തിക്കണം, ഏതെങ്കിലും ഒരവസ്ഥയിൽ നമ്മുടെ മനസ്സുണ്ടാകും. അത് പ്രകൃതിയുടെ രൂപമാണ്. അതിലാപേക്ഷികമായി മൂന്നാമത് പറഞ്ഞ ഗുണമുള്ള മനസ്സിന്റെ ഉടമയാവാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത്, തേടേണ്ടത്. ഇവിടെ നിങ്ങൾ ആലോചിക്കൂ, എന്തുകൊണ്ടാണ് നമുക്കിതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ മനസ്സിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്? പണമാണോ? സൗകര്യങ്ങളാണോ? സമ്പത്താണോ? സമൃദ്ധിയാണോ? ജനിച്ച തറവാടാണോ? നമ്മൾ ആലോചിക്കണം. ഒരു മനോഹരമായ ചിത്രം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിലേക്ക് വന്നു. അലാ റഅസിഹി അസറുമ, നബിയുടെ തലമുടിയിൽ വെള്ളത്തിന്റെ അടയാളം ഉണ്ടായിരുന്നു. അറിയാലോ, വെള്ളത്തിന്റെ അടയാളം ഉണ്ടെങ്കിൽ കുളിച്ചു വരികയാണെന്ന് അർത്ഥം. അപ്പൊ സഹാബികൾ ചോദിച്ചു നബിയോട്, നറാക്കൽ യൗം തയ്യിബൻ നഫ്സ്, നബിയെ അങ്ങ് ഭയങ്കര മാനസിക സംതൃപ്തിയിലാണല്ലോ. നിങ്ങൾ ആലോചിച്ചു, മാനസിക സംതൃപ്തിയാണ് ശാരീരിക ബന്ധത്തിലേക്ക് മനുഷ്യനെ എത്തിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പലപ്പോഴും വ്യവഹരിക്കാതെ പോകുന്ന ഒരു സംഗതി അതാണ്. മറ്റത് വ്യഭിചാരമാണ്.
മാനസികമായ രണ്ടു പേർക്കും ഇടയിൽ ഉണ്ടാകേണ്ട ഒരു ആത്മ സംതൃപ്തിയുണ്ട്. രണ്ട് മനസ്സുകൾ ഒന്നായി ചേരുന്ന ലയിക്കുന്ന ലയനം, അതാണ് ശാരീരിക ബന്ധം. തിരുമേനിയോട് ഇവർ ചോദിച്ചത് അതാണ്, പച്ചയായ ചോദ്യം. നറാഖല്ലിയും ത്വയ്യിബൻ നഫ്സ്. നബി തിരുമേനി പറഞ്ഞു, അജൽ അൽഹംദുലില്ലാ. അതാ നബി പറഞ്ഞു, അതെ അൽഹംദുലില്ലാ. നോക്കൂ, നമ്മൾ അറിയണം, നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കൂ, നമ്മുടെ മനസ്സിൽ വല്ലാത്ത സംതൃപ്തി വന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു പദം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വന്നിട്ടുണ്ടോ? അതിന് പഠിപ്പിച്ചതാ അൽഹംദുലില്ലാ എന്നത്. എന്നിട്ട് മനുഷ്യര്, ജനങ്ങൾ അവിടെ ഇരുന്ന് പലതരത്തിലുള്ള ധന്യതയെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംസാരത്തിൽ ഇടപെട്ടു. എന്നിട്ട് നബി പറഞ്ഞു, ലാ ബഅസ ബിൽ ഗിനാ ലിമൻ ഇത്തഖാ വസ്സിഹ്ഹതു ലിമൻ ഇത്തഖാ ഖൈറും മിനൽ ഗിനാ വതീബുൻ നഫ്സി മിനൻ നഈം. ഐശ്വര്യമുണ്ടാകണം, പണമുണ്ടാകണം, സമ്പത്തുണ്ടാകണം, സൗകര്യമുണ്ടാകണം, പക്ഷേ അതാർക്ക്? ലിമൻ ഇത്തഖാ, തഖ്വയുള്ളവനെ അത് ഉപകാരപ്പെടും. എന്നിട്ട് തിരുമേനി രണ്ടാമത്തെ വാചകമായി പറഞ്ഞത് വസ്സിഹ്ഹതു ലിമൻ ഇത്തഖാ ഖൈറും മിനൽ ഗിനാ. തഖ്വയുള്ളവന് സമ്പത്തിനേക്കാൾ സമൃദ്ധിയേക്കാൾ അവന് കിട്ടേണ്ടത്, അവന് ഉത്തമം ആരോഗ്യമാണ്. നോക്കൂ, മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഇതിൽപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനസികാരോഗ്യത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞു, വതീബുൻ നഫ്സി മിനൻ നഈം. മനസ്സിന്റെ സംതൃപ്തിയാണ് ഏറ്റവും വലിയ നഈം, ഏറ്റവും വലിയ സുഖം. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സുബ്ഹാനല്ലാഹ്. ആലോചിക്കണം സാധനം, ആലോചിക്കണം. എങ്ങനെയാണ് സഹോദരങ്ങളെ ഈ നഫ്സുൻ മുത്മഇന്നയിലേക്ക് നാം എത്തുക? നോക്കൂ, നഫ്സുൻ മുത്മഇന്നയിൽ എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ക്ലിയർ ആകൂ. അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, ഏഷണി, പരദൂഷണം, വെറുപ്പ്, വിദ്വേഷം, എന്തൊക്കെയാണ്. നോക്കൂ, ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട സംഘങ്ങളിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം മൂക്ക് പൊത്തിയല്ലാതെ സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളില്ലേ ഈ റമദാൻ മാസത്തിൽ പോലും. ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ ആലോചിക്കണം. ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട സംഘടനകൾക്കൊക്കെ മസ്ലഹത്ത് സമിതികളുണ്ട്. എന്തിനാണെന്നറിയോ? അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ യോജിപ്പുണ്ടാക്കാൻ, രഞ്ജിപ്പുണ്ടാക്കാൻ. ഒരേ ആദർശത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ പരസ്പരം ഭിന്നിച്ചു പോയില്ലേ? എന്താണ് പ്രശ്നം? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അടിസ്ഥാനം ഇതാണ്, മനസ്സഴുക്കാണ് സഹോദരങ്ങളെ. അഴുക്കുള്ള മനസ്സ് മുത്മഇന്നയിലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് മുത്മഇന്നയിലേക്ക് എത്തണം, അതാണ് വേണ്ടത്. അതിലേക്ക് എത്തിയാൽ നമ്മൾ രക്ഷപ്പെടും പ്രിയപ്പെട്ടവരെ. ഇത്മിഇനാൻ, അതൊരു വല്ലാത്ത അനുഭവമാണ്. ഇവിടെ ആമുഖമായി സംസാരിച്ചവർ പറഞ്ഞല്ലോ, അതിനുള്ള ഒന്നാമത്തെ ഘട്ടം. നമുക്ക് വല്ലാത്ത ഒരിക്കലും നമുക്ക് ആരോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നും വരില്ല. ആരെക്കുറിച്ചും ആക്ഷേപിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു മനുഷ്യരെ കാണുമ്പോഴും എൻ്റെ നെറ്റി ചുളിയൂല, എൻ്റെ കണ്ണുകൾ അടയൂല, എനിക്ക് മുഖം തിരിച്ചു പോകേണ്ട അവസ്ഥ വരികയില്ല. ഇവിടെയാണോ ഞാനും നിങ്ങളും എന്ന് പരിശോധിക്കുക, അതാണ് വേണ്ടത്. ഇത് പ്രസംഗം കേട്ടാലോ ക്ലാസ് കേട്ടാലോ ഉണ്ടാവില്ല. മറിച്ച് നമ്മളൊക്കെ സ്വയം തീരുമാനിക്കണം. സ്വയം തീരുമാനിക്കണം, സ്വയം തീരുമാനിക്കണം. മനസ്സിന്റെ ഉള്ളിലുള്ള ഈ മുത്മഇന്ന എന്ന അവസ്ഥ, അത് നമ്മളെപ്പോഴും ചിന്തിക്കുക എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ എണ്ണി ചുരുക്കി പറയാം. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്കത് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഏറ്റവും ചെറുതായി ഉണ്ടാകേണ്ടത്, അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. നമ്മൾ എവിടെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം. എവിടെയാണ് ഉണ്ടാവുക എന്ന്, അതിനനുസരിച്ച്. ഒന്നാമത്തേത് അള്ളാഹുവിനെ കുറിച്ചുള്ള അൽ ഉൻസു ബില്ലാഹ് വദ്ദിക്ർ എന്നതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, വിചാരം, അതിലൊരു വല്ലാത്ത സായുജ്യം അനുഭവപ്പെടുക. നമുക്കത് ഉണ്ടാകണ്ടോ നമ്മൾ ആലോചിക്കും. നോക്കൂ, നമ്മളിപ്പോ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. നോമ്പ്
സൗമ് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ടാകും അല്ലേ? ദുആ ചെയ്തിട്ടുണ്ടാവും, തസ്ബീഹ് ചെയ്തിട്ടുണ്ടാവും, തഹ്മീദ് ചെയ്തിട്ടുണ്ടാവും, തക്ബീർ ചെയ്തിട്ടുണ്ടാവും. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? അതെന്റെ ചുണ്ടിന്റെ പ്രവർത്തനമാണോ? അല്ല എൻ്റെ മനസ്സിന്റെ അഗാധതയിൽ നിന്ന് വരുന്നതാണോ? മനസ്സിന്റെ അഗാധതയിൽ നിന്ന് വരും. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച ഒരു സുഖത്തെ സഹാബത്ത് ഓർമ്മിപ്പിച്ചപ്പോ തിരുമേനിയുടെ ഉള്ളിൽ വന്ന ഒരു തസ്ബീഹില്ലേ, അൽഹംദുലില്ലാ. അള്ളാഹുവിനെ അറിയണം, അപ്പോഴാണ് അത് ഉണ്ടാവുക. ഇതൊക്കെ അള്ളാഹു തന്നതാ. അള്ളാഹ്ക്കല്ലാതെ ആർക്കും ഈ തരാൻ കഴിയില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. രണ്ടാമത്തേത് ഖളാഇലും ഖദറിലുമുള്ള തൃപ്തിയാണ്. ഖളാഉം ഖദറും ഒരു വലിയ വിഷയമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള യഖീൻ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പുവരും. അതെന്താണെന്നറിയും? അത് നമുക്ക് സംഭവിച്ചതൊന്നും തെറ്റി വന്നതല്ല, വരാനുള്ളതാണ്. നമുക്ക് അള്ളാഹു നന്മ മാത്രമേ തരൂ. അതാണ്. അപ്പം നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ തിന്മയാണെന്ന് തോന്നുന്നത് പോലും നമുക്ക് എന്താണ്? നന്മയാണ്. അതിലേക്ക് നമ്മൾ എത്തണം. ഇത് പറയുമ്പോൾ, ഈ വാചകം പറയുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചാ പറയുന്നത്. എൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ തിന്മയാണ്, എൻ്റെ ദൃഷ്ടിയിൽ എനിക്ക് കിട്ടിയത് തിന്മയാണ് എന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതല്ല ഞാൻ അനുഭവിക്കേണ്ടത്. അതിലൊരു നന്മയുണ്ട്, അത് എനിക്ക് അനുഭവിക്കാനാകണം. എന്നിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വരണം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതുകൊണ്ടാണ് വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതം എന്ന് തിരുമേനി പറഞ്ഞത്. അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം വെച്ചാൽ, അള്ളാഹു എന്താണോ നമുക്ക് തൃപ്തിപ്പെട്ട് തന്നത്, അതിൽ നമുക്ക് അള്ളാഹു എന്താണോ നമുക്ക് തന്നത് അതിൽ നമുക്ക് തൃപ്തി ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം, ശുബ്ഹാത്തുകളിൽ നിന്നും മുഹറമാത്തുകളിൽ നിന്നും നമ്മൾ അകലണം. ശുബ്ഹാത്ത് എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാര്യങ്ങൾ, അതിൽ നമുക്ക് അകലാൻ കഴിയണം. ഹറാമുകളിൽ നിന്ന് ഏതായാലും അകലണം. അപ്പൊ നമുക്ക് വല്ലാത്ത ഒരു സംതൃപ്തി ഫീൽ ചെയ്യും, അനുഭവപ്പെടും. നാലാമത്തേത്, നന്മകൾ ചെയ്യാൻ നമ്മൾ മുമ്പോട്ട് വരണം. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ചു, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ എന്ന് നമ്മളൊക്കെ നമ്മുടെ കാതുകളെ കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ചെയ്യുന്നവനെ കടന്നു വരിക. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇബാദത്തുകളിൽ പ്രത്യേകിച്ചും സഹോദരങ്ങളെ നോക്കൂ, ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനമായത് സ്വലാത്താണല്ലോ. അതെന്തിനാണ് സ്വലാത്ത്? എന്തിനാ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അസമയങ്ങളിൽ നമസ്കരിക്കാറുണ്ടായിരുന്നു. നമസ്കാരം എന്നത് സ്വലാത്ത് എന്നതിൻ്റെ തെറ്റായ ഒരു പരിഭാഷയാണ്. അത് സത്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ വേറെ ഒരു പരിഭാഷ കണ്ടെത്തണം. സ്വലാത്ത് സിലത്തിൽ നിന്നാണ്. എൻ്റെ റബ്ബുമായി എനിക്കുള്ള ബന്ധം, ആ ബന്ധം ചേർക്കുന്ന പ്രക്രിയയാണ് സ്വലാത്ത്. അത് നമസ്കാരമല്ല, അതാണ് സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ലേ, കാന ഇദാ ഹസബഹു അംറുൻ യുസല്ലി. ഒരു പ്രയാസം നബിക്ക് വന്നാൽ നബി ഓടും, എന്നിട്ട് യുസല്ലി. എന്താ യുസല്ലി എന്ന് പറഞ്ഞു? റബ്ബുമായി ബന്ധം ചേർക്കും, റബ്ബിനോട് ചോദിക്കും, എന്താ പ്രശ്നം, എനിക്ക് സമാധാനം കിട്ടണം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യഅഖിദു ശൈത്താനു അലാ ഖാഫിയത്തി റഅസി അഹദികും ഇദാ ഹുവ നാം ثلاث عقد يضرب كل عقدة عليك ليل طويل فارقد. ഒരാൾ ഉറങ്ങാൻ പോയാൽ 3 കെട്ടുകൾ പിശാച് ഉണ്ടാക്കുന്നുണ്ട്. തലയിൽ 3 കെട്ടുകൾ. ദീർഘമായി ഉറക്കും. മനസ്സിലായില്ലേ? ലൈലുൻ തവീൽ ഫർഖുദ്, ഉറങ്ങിക്കോ പറയും. എന്നിട്ട് ഉണർന്നാലോ ഫഇൻ ഇസ്തൈഖള ഫദക്കറ അല്ലാഹ ഇൻ ഹല്ലത് ഉഖദ. നമ്മൾ ഉണരും, ചിലപ്പോൾ അലാം വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ഉണരുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വന്നാൽ, സ്മരണ വന്നാൽ എന്താ വരല്ലേ? നമുക്ക് വരുമോ? ഉണർന്നു നിൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് പറ്റും, അല്ലദീ റദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി പറയൂ. നമ്മൾ കിട്ടുമോ? എനിക്ക് എൻ്റെ ആത്മാവിനെ, എൻ്റെ ജീവനെ എനിക്ക് തിരിച്ചു നൽകിയ റബ്ബേ, നിനക്കാണ് സ്തുതി.
നിന്നെ ഓർക്കാൻ ഇനിയും എനിക്ക് സന്ദർഭവും അവസരവും നൽകി റബ്ബെ, നിനക്കാൻ സ്തുതി. അപ്പൊ ഇൻ ഹല്ലത്ത് ഉഖ്ദ, പിശാചിട്ട ഒരു കെട്ട് അഴിയും. ഫഇൻ തവദ്ദഅ ഇൻ ഹല്ലത്ത് ഉഖ്ദ, വുദു ചെയ്താലോ രണ്ടാമത്തെ കെട്ടും പൊട്ടും. ഫഇൻ സല്ല, ശ്രദ്ധിച്ചോ, അതാണ് നമ്മുടെ വിഷയം. ഇൻ ഹല്ലത്ത് ഉഖ്ദ, സലാത്ത് നിർവഹിച്ചാൽ മൂന്നാമത്തെ കെട്ടും പൊട്ടും. ഫഅസ്ബഹ, തിരുമേനിയുടെ വാക്ക, ഫഅസ്ബഹ നശീതൻ, അടുത്തത് കേട്ടോ, തയ്യിബൻ നഫ്സ്. നശീതൻ, ആക്റ്റീവ് ആകും. നമ്മളിപ്പോൾ ആക്റ്റീവ് ആകാൻ എന്താ ചെയ്യുന്നത്? എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് കോഫി കുടിച്ച് നേരെ ജിമ്മിലേക്ക് പോകും അല്ലേ? നമ്മുടെ വിചാരം അതാണ്. നോ, ഇതാണ് ആക്റ്റീവ് ആകാൻ ചെയ്യുന്നത്. ഫഅസ്ബഹ നശീതൻ, അപ്പൊ നീ ആക്റ്റീവ് ആകും. തയ്യിബൻ നഫ്സ്, മാത്രമല്ല നിന്റെ മനസ്സ് ഭയങ്കരമായ സംതൃപ്തിയുള്ള നിർമ്മലമായ മനസ്സായി മാറും. വഇല്ല, അങ്ങനെ നീ ചെയ്തിട്ടില്ലെങ്കിൽ അസ്ബഹ ഖബീഥൻ നഫ്സി, തയ്യിബൻ നഫ്സിന്റെ നേരെ ഓപ്പോസിറ്റാ, ചീത്ത മനസ്സിന്റെ ആളാകും. ആദ്യം പറഞ്ഞ മനസ്സിൽ അൽ അമ്മാറത്തു ബിസ്സു, തിന്മ ചെയ്യാനേ പ്രേരിപ്പിക്കുമെന്ന്. കെസ്ലാൻ, നശീത്തിന്റെ നേരെ ഓപ്പോസിറ്റാ, അലസനായി മാറും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് തഫാഉലായിരിക്കണം. ദുശകുനം നമുക്കില്ല, നല്ല ശകുനേ ഉള്ളൂ. നമ്മുടെ മനസ്സിനെ നാം അങ്ങനെ വളർത്തണം. ദുശകുനമില്ല. ദുശകുനം നമ്മുടെ ചിത്രത്തിലില്ല, നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കാകണം. മുസ്ലിമിന്റെ ഡിക്ഷണറിയിൽ ദുശകുനമില്ല, അത് മറ്റാരും ഉണ്ടാക്കിയതാണ്. നമുക്ക് നല്ല ശകുനമേ ഉള്ളൂ. ശ്രദ്ധിക്കണം. മറ്റൊന്ന് സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഖേദമുണ്ടാകണം, ദുഃഖമുണ്ടാകണം. എന്ത് തന്നെ, ഒരു നമസ്കാരം നഷ്ടപ്പെട്ടു, ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു. നമ്മൾ ആലോചിച്ചു, റമദാൻ കാലമാണ്, ഇഫ്താർ പാർട്ടികൾ ഭയങ്കരമാണ്. പല ഇഫ്താർ പാർട്ടികളും നമ്മുടെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുത്തുന്നുണ്ട്. നഷ്ടപ്പെടുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വേദന. അത് മനസ്സംതൃപ്തിയുടെ, തുമഅനീനത്തുൽ ഖൽബിന്റെ, മുത്മഇന്ന എന്ന അവസ്ഥയിലേക്ക് എത്തി എന്നതിൻ്റെ ഒരു അടയാളമാണ്. അപ്പോ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞാൽ എന്താകണം? ഇങ്ങനെയുള്ള പ്രക്രിയകളിലൂടെ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുക എന്നതാണ് നഫ്സുൻ മുത്മഇന്ന. സഹോദരങ്ങളെ, ഇതിലേക്ക് എത്താൻ ചിലപ്പോൾ നമ്മൾ വലിയ യുദ്ധം ചെയ്യേണ്ടി വരും. വലിയ യുദ്ധം ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഏതൊരു രാജ്യത്തെയാണ് ആക്രമിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. മനസ്സ് വിചാരിച്ചിരുന്നത് മനസ്സാണ് നമ്മുടെ രാജ്യം എന്നാ, അതിനെയാണ് ആക്രമിക്കുന്നത്. അവിടെ നിന്നാണ്, നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഖുത്ബയിലും പറഞ്ഞൊരു വാചകമാണ്, വനഊദു ബില്ലാഹി മിൻ ശുറൂറി അൻഫുസിനാ, മനസ്സുകളുടെ ശുറൂറുകളിൽ നിന്ന് ഞാൻ റബ്ബേ നിന്നോട് കാവലിനെ തേടുന്നു. നോക്കൂ, നമ്മൾ ശരിക്ക് നമ്മളൊരു വലിയ സാമ്രാജ്യത്വത്തോടുള്ള യുദ്ധമാണ്. ആ സാമ്രാജ്യത്തിൽ നിന്ന് ശൈത്താനെ ആട്ടിയോടിക്കുകയാണ്. അൽ അമ്മാറത്തു ബിസ്സൂ എന്ന സാമ്രാജ്യത്തിൽ നിന്ന് നഫ്സുൽ ലവ്വാമ എന്ന സാമ്രാജ്യത്തിലൂടെ നമ്മൾ എത്തേണ്ടത് നഫ്സുൻ മുത്മഇന്നയിലേക്കാണ്. വലിയ ത്യാഗം ചെയ്യണം. നമ്മുടെ നഫ്സിനോട് ജിഹാദ് നടത്തണം. മുജാഹദത്തുൻ നഫ്സ് നടത്തുമ്പോ അള്ളാഹ് പറഞ്ഞത് ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിലേക്ക് നാം അവനെത്തിക്കും. ഗ്രേഡ് പെട്ടെന്ന് തുല കുറെ സംഗതികൾ വേണം. ഇസ്ലാമിക മാനസിക പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒന്നാമത്തെ സംഗതി മുഷാറത്ത എന്ന് പറഞ്ഞാൽ, ഷുർത്ത എന്ന് പറഞ്ഞാൽ പോലീസാണല്ലോ, പോലീസിന്റെ പണി എടുക്കണം. ചെയ്യണ്ടോ എന്ന് നോക്കി നിൽക്കണം. 2 മുറാഖബത്താണ്. മുറാഖബത്ത്, ഒരു ക്യാമറ ചെയ്യുന്ന പണി, ഒപ്പിയെടുക്കണം. ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യില്ലല്ലോ ഇപ്പോൾ. 3-ാമത്തേത് മുഹാസബത്താണ്, വിചാരണ നടത്തണം. 4-ാമത്തേത് മുആഖബത്താണ്, ശിക്ഷയുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം. ഇത് ശരിക്കും ശ്രദ്ധിക്കുക. ഈ 4 സ്റ്റേജുകൾ, മുഷാറത്ത് വേണം, മുറാഖബത്ത് വേണം, മുഹാസബത്ത് വേണം, മുആഖബത്ത് വേണം. പോലീസാകണം, ക്യാമറയാകണം, വിചാരണ നടത്തണം, കോടതിയിൽ പോകേണ്ടി വരുമെന്ന ധാരണ ഉണ്ടാകണം, ശിക്ഷ കിട്ടും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകണം. ഈ വഴികളിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ മുത്മഇന്നയിലേക്ക്
എത്തിക്കാൻ സാധിക്കും സഹോദരന്മാരെ. ചിലപ്പോൾ നമ്മൾ സഹോദരന്മാരെ നമ്മൾ ചിലപ്പോൾ കുറച്ച് പ്രഷർ ചെലുത്തേണ്ടി വരും. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ തെറ്റിലേക്ക് പോകുമ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യാൻ എനിക്ക് കഴിയില്ല, എനിക്ക് അത്ര ശക്തിയില്ല, കഴിവില്ല എന്നൊക്കെയാണ്. തെറ്റാണിത്. എല്ലാവർക്കും അല്ലാഹു തആല കഴിവ് തന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ കഴിവിനെ പരിപോഷിപ്പിക്കണം, ആക്റ്റീവ് ആക്കണം. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹ വതഖ്വ. രണ്ട് കഴിവുകൾ, ഫുജൂർ, തഖ്വ. രണ്ട് പ്രോഗ്രാംസ് ഉണ്ട് നമ്മുടെ നഫ്സ് എന്ന സിസ്റ്റത്തിന്റെ ഉള്ളിൽ. ഒന്ന് ഫുജൂറാണ്, ഒന്ന് തഖ്വയാണ്. ഫുജൂറിനെ നിങ്ങൾ ആക്റ്റീവ് ആക്കിയാൽ നിങ്ങളെന്നും കഴിയില്ല. ആ തെറ്റിൽ നിനക്ക് മാറാൻ കഴിയുന്നില്ല. ചില ആളുകൾ അങ്ങനെ പറയാം, അല്ലേ? നിങ്ങൾ ആലോചിച്ചു, മാറണം, കഴിയും. കാരണം എന്തുണ്ട്? മറ്റൊരു സാധനമുണ്ട്, ഒരു പ്രോഗ്രാമും കൂടി ഉണ്ട് നിങ്ങളുടെ മനസ്സിന്റെ സിസ്റ്റത്തിൽ. അത് തഖ്വ എന്ന പ്രോഗ്രാമാണ്. അതിനെ ആക്റ്റീവാക്കാനുള്ള വഴികളാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആക്റ്റീവ് ആക്കുമ്പോൾ രണ്ടാമത്തേതിനെ നശിപ്പിക്കുവാനുള്ള ഒരു കടുപ്പമുള്ള വൈറസ് നമ്മുടെ സിസ്റ്റത്തിൽ വളരും. അത് ആന്റിവൈറസ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതാണ്. അപ്പൊ എത്ര തെറ്റ് നോക്കൂ, അമ്മാറത്തുൻ ബിസ്സൂഇൽ നിന്ന് ഈ കുറ്റപ്പെടുത്തുന്ന മനസ്സിലേക്കാണ് നമ്മൾ അപ്പം എത്തുക. പിന്നെ അതിൽ നമുക്ക് ക്രമേണ എടുത്തും കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ വളർത്തി നമുക്ക് ആരാകാൻ പറ്റും? മുത്മഇന്നായ നഫ്സിന്റെ ഉടമയാക്കാൻ സാധിക്കും. നോക്കൂ, എത്രമാത്രം നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നുവോ, ഇഷ്ടപ്പെടുന്നുവോ, ഈമാനോടുകൂടി, ഇഖ്ലാസോടുകൂടി, ഇഷ്ടത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നുവോ, അതിനനുസരിച്ച് നമ്മുടെ മനസ്സിന്റെ താക്കത്ത്, പവർ വർദ്ധിക്കും. മനസ്സിന്റെ പവർ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ മനസ്സെന്ന് പറഞ്ഞാൽ അവസാനത്തെ മനസ്സിന്റെ നഫ്സുൽ മുത്മഇന്നയുടെ പവർ വർദ്ധിക്കും. ഈ നഫ്സുൽ മുത്മഇന്നയുടെ പവർ വർദ്ധിക്കുന്നതിനനുസരിച്ച് തെറ്റുകളെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വൈറസുകളെ, ഈ തരം തെറ്റുകൾ എന്ന വൈറസുകളെ തഖ്വ എന്ന ആന്റി വൈറസിനെ കൊണ്ട് നമുക്ക് നേരിടാൻ സാധിക്കും. പക്ഷെ പലരും കരുതുന്നത് തെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കഴിയില്ല, എനിക്ക് ആ തെറ്റിൽ നിന്ന് മുക്തമാകാൻ കഴിയില്ല. അതിന്റെ കാരണം എന്താ അറിയോ? നമ്മുടെ ഈ നഫ്സുൽ മുത്മഇന്ന എന്തല്ല, ആക്റ്റീവ് അല്ല എന്നാണ്. അല്ലെങ്കിൽ ആ ഭാഗം ചെറിയ ന്യൂനതകൾ അവിടെ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്താക്കേണ്ടത്? ചികിത്സിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ചിന്തിക്കണം. നോക്കൂ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഈ തെറ്റിനെ കൗണ്ടർ ചെയ്യാൻ, ഇതിനെ തടുത്തു നിർത്താനുള്ള ഒന്നുമില്ല എന്നാരും കരുതരുത്. ഉണ്ട്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊരിക്കലും നമ്മൾ അങ്ങനെയല്ല വിട്ടത് സഹോദരന്മാരെ. അല്ല, നിങ്ങൾ കണ്ടില്ലേ, ഒന്നാമത്തെ മനുഷ്യനെ സൃഷ്ടിച്ച് തെറ്റ് ചെയ്യാനുള്ള അവസരവും സന്ദർഭവും ഉണ്ടാക്കി, ചെയ്യരുതെന്ന് പറഞ്ഞു. പിശാച് എന്ന സംവിധാനത്തെ ഒരുക്കി. ആ സംവിധാനം മനുഷ്യൻ എന്ന സിസ്റ്റത്തിൽ എങ്ങനെ പ്രയോഗിക്കുമെന്ന് കാണിച്ചു തന്നു. ആദം അലൈഹിസ്സലാം പിശാചിന്റെ വലയിൽപ്പെട്ടു, തെറ്റ് ചെയ്തു, വിട്ടോ? എന്നിട്ട് തെറ്റ് ചെയ്ത് വിട്ടോ? ഇല്ലല്ലോ. തെറ്റ് ചെയ്തിട്ട് എങ്ങനെ രക്ഷപ്പെടാം എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിനർത്ഥം സഹോദരന്മാരെ, നമുക്ക് രക്ഷപ്പെടാനുള്ള പോംവഴി തെറ്റുകളെ സൃഷ്ടിച്ച, തെറ്റുകൾ ഉണ്ടാകാനുള്ള സംവിധാനിച്ച റബ്ബ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഒരു പരീക്ഷയിൽ അങ്ങനെയാണല്ലോ. അങ്ങനെയല്ലേ? 3 ചോയ്സ് ഉണ്ടെങ്കിൽ 3 or 4 ക്വസ്റ്റ്യൻസിൽ ഒന്നല്ലേ ശരിയുള്ളൂ, 4 തെറ്റായിരിക്കും. നിങ്ങൾ എന്തിനെ ടിക്ക് ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. അവിടെയാണ് വിഷയം. അത് നമ്മുടെ മനസ്സ് മുത്മഇന്നായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ടിക്ക് കൊടുക്കുന്ന ശരിയായ ആൻസറിനാവുക എന്നതിലേക്ക് നമ്മൾ എത്തുക. അത് നമ്മൾ എത്തും എപ്പോന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിനെ നമ്മളിങ്ങനെ വളർത്തി കൊണ്ടുവരും. ഏത് തെറ്റിനെയും കൗണ്ടർ ചെയ്യാവുന്ന ശക്തി നമുക്കുണ്ടാകും. നമ്മുടെ മുൻഗാമികളുടെ ചര്യ നമുക്കതല്ലേ പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള യഖീൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നഫ്സിനെ വെല്ലുവിളിക്കാൻ സാധിക്കും. നഫ്സിനെ വെല്ലുവിളിച്ച് തെറ്റുകളിൽ നിന്ന് മോചിതമാകാൻ സാധിക്കും. നമ്മൾ സഹോദരന്മാരെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിനെ ശരിയാക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ 1-2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് എൻ്റെ മനസ്സ് ഈ മുത്മഇന്നയിലേക്ക് എത്തിക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിക്കുന്നവർ ചെയ്യേണ്ടത് നോക്കൂ, സ്വലാത്തുൽ ലൈൽ, ഖിയാമുൽ ലൈൽ ഒഴിവാക്കാതിരിക്കുക. അത് ശരിക്ക് മനുഷ്യന് ഈ നഫ്സുൽ മുത്മഇന്നയിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതിയാണ്.
അത് അത് വല്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ആ സലാത്തുൽ ലൈലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അഷദ്ദു വത്അൻ എന്ന് പറഞ്ഞില്ലേ, അഷദ്ദു വത്അൻ വഅഖ്വമു ഖീല. എന്താ അഷദ്ദു വത്അൻ എന്ന് പറഞ്ഞാൽ? ക്ലിയർ സ്റ്റെപ്പ്, സ്ട്രോങ് സ്റ്റെപ്പ് ജീവിതത്തിൽ കിട്ടും. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ ഒഴിവാക്കാതിരിക്കുക. ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ നമുക്ക് പോകും. മൂന്നാമത്തേത് ഖുർആൻ തദബ്ബുർ ചെയ്ത് വായിക്കണം. ഖുർആൻ മെസ്സേജാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ, ഇന്ന് രാത്രി നിങ്ങൾ പള്ളിയിൽ പോയി തറാവീഹ് നമസ്കരിക്കുമ്പോൾ നിങ്ങളെ അള്ളാഹു കേൾപ്പിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മെസ്സേജ് ആയിരിക്കും. അത്ര നിങ്ങൾ കരുതാവും. എന്തായാലും ഇന്ന് അത് ഓതിയത് എന്ന് നിങ്ങളല്ല ചിന്തിക്കണ്ടേ. ഈ മെസ്സേജാണ് എനിക്കിന്ന് കിട്ടേണ്ടത്, അള്ളാഹു എത്തിക്കും. പക്ഷേ ആ മെസ്സേജായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്നർത്ഥം. മനസ്സിലായി? ആ ശരിക്ക് മനസ്സിലാക്കണം. നോക്കൂ, എപ്പോഴും നമ്മൾ ചിന്തിക്കാം, നമ്മളൊരു പരിപൂർണ യുദ്ധത്തിലാണ്. നമ്മളിവിടെ സമാധാനത്തിലല്ല. ദാറുസ്സലാം മരിച്ച ശേഷമുള്ളതാ. ഇത് യുദ്ധത്തിന്റെ ലോകത്താണ് നമ്മളുള്ളത്. ഈ യുദ്ധം ആരോടാ? നമുക്കൊരു ശത്രുവേ ലോകത്തുള്ളൂ. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദുഹു അദുവ്വ. ആ ശത്രുവിനോടുള്ള യുദ്ധത്തിലാണ്. ആ ശത്രുവിനോടുള്ള യുദ്ധത്തിൽ അവനെ കൗണ്ടർ ചെയ്ത് അവനെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. എന്തുമാത്രം നമ്മുടെ റബ്ബുമായി നാം അടുക്കുന്നുവോ, എന്തുമാത്രം അള്ളാഹുവിലേക്ക് നമ്മുടെ കൈകൾ ഉയരുന്നുവോ, എന്തുമാത്രം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മിൽ നിലനിൽക്കുന്നുവോ, അത്രമാത്രം ശക്തി നമുക്ക് തെറ്റുകളെ നേരിടാൻ അള്ളാഹു നൽകും, കരുത്തു നൽകും. അതാണ്. നോക്കൂ, ഇത് ആലോചിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മനോഹരമായ കഥ ഖുർആൻ പറഞ്ഞത് യൂസുഫ് അലൈഹിസ്സലാമിന്റെ കഥയാണ്. യൂസുഫ് ഏറ്റവും മനോഹരമായ ഭംഗിയുള്ള മനുഷ്യനായിരുന്നു യൂസുഫ്. ആ പേരെന്നെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ. നമ്മുടെ അറബ് നാടുകളിലെ മാർക്കറ്റിൽ പോയ യൂസുഫി എന്ന് പറഞ്ഞ ഒരു ഓറഞ്ച് കിട്ടും. ഭയങ്കര ഭംഗിയാണ് അതിന്റെ തൊലി പോലും. ഇതിന്ന് വന്നതാ. അത്ര മനോഹരമായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. നമുക്ക് ഒരു തെറ്റ് ചെയ്യാനുള്ള എല്ലാ സന്ദർഭങ്ങളും യൂസുഫ് അലൈഹി ഇസ്ലാമിന് ഒരുക്കി വെച്ചു. അല്ലേ? ആരൊരുക്കി? ഞാൻ പറയുന്നത് അള്ളാഹു തആല ഒരുക്കി. എല്ലാ സംവിധാനങ്ങളും. ഒരന്യ നാട്ടിൽ ആരും കാണുകയില്ല. ഭരണാധികാരിയുടെ വീട്ടിൽ ഭരണാധികാരിയുടെ സൗന്ദര്യവതിയായ ഭാര്യ എല്ലാവിധ കോസ്മെറ്റിക്സുകളും ഇട്ട് യൂസുഫ് എന്ന യുവാവിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. വാതിലൊക്കെ കൊട്ടി അടച്ചിട്ടാ വരുന്നത്. എന്നിട്ട് അവൾ പറയാണ്, എല്ലാം ആരും കാണൂല, നാട്ടിലല്ല, എല്ലാ ക്യാമറകളും ഓഫ് ചെയ്തിട്ടുണ്ട്, ഒക്കെ റെഡിയാ. അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞൊരു വാചകമുണ്ട്, എവിടെയാ ഈ മഅദല്ലാഹ് എന്ന് വന്നത്? മഅദല്ലാഹ് വല്ലാത്തൊരു വാക്കല്ലേ. നമ്മൾ പറയാറുണ്ട്, വല്ല പൈശാചികതയും വന്നാൽ നമ്മൾ എന്ത് പറയണം? അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അഊദുബില്ലാഹി മിൻ നഫ്സിഹി എന്നൊക്കെ പറയണം എന്ന് പറയാറുണ്ട്. യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞ മഅദല്ലാഹയുടെ കടുപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു. നമുക്ക് നമ്മുടെ ആധുനിക ജീവിതത്തിൽ ഇത് നമുക്ക് പ്രായോഗികമാക്കാൻ സാധിക്കണം. ഇത് പ്രായോഗികമാക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നോക്കൂ, ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അവിടേക്ക് നമ്മൾ എത്തുന്നു, ഈ മഅദല്ലയിലേക്ക്. ചെറുത് നോക്കാം. നമ്മുടെ ഇങ്ങനെ സുഹൃത്തുക്കൾ കൂടിയിരിക്കുമ്പോൾ ഒരാളെ കുറിച്ച് ഒരാൾ ഗീബത്ത് പറയുന്നു, പരദൂഷണം പറയുന്നു. നമുക്ക് അവരെ കൂടെ കൂടാൻ തോന്നുന്നുണ്ടോ? അതല്ല മഅദല്ലാഹ് എന്ന് പറഞ്ഞ് ഒഴിവാകാൻ തോന്നുന്നുണ്ടോ? ശ്രദ്ധിച്ചു. നമ്മൾ ഏതിലാ പെടേണ്ടത്? ചെറുതെന്ന് തുടങ്ങിക്കോ. ആരുമില്ല, ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റക്കാണ്, എല്ലാ സൗകര്യവുമുണ്ട്, ഞാനൊരു മോശമായ വീഡിയോ കാണാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. എനിക്കറിയാം ആ വീഡിയോ മോശമാണ്, കണ്ടുകൂടാ. പറ്റൂ കാണാതിരിക്കാൻ? മഅദല്ലാഹ് പറയാൻ പറ്റും? സാധിക്കണം സഹോദരൻ, സാധിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സ്റ്റെപ്പുകളാണ്, ചെറിയ സ്റ്റെപ്പുകളാണ് എന്തിലേക്ക് എത്താനുള്ള, നഫ്സുൻ മുത്മഇന്നയിലേക്ക് എത്താനുള്ള ചെറിയ സ്റ്റെപ്പുകൾ. അതിലേക്ക് എത്തണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, അദ്ദേഹമാണ് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിനെ പറ്റി സംസാരിച്ച പണ്ഡിതൻ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലാഹു അലം.
അദ്ദേഹം പറയുന്നുണ്ട്, മനസ്സിന്റെ അഅ്ലാ മറാത്തിബുൻ നഫ്സിൽ ബശരിയ, മാനുഷിക മനസ്സിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ ഏതാന്ന് വെച്ചാൽ നഫ്സുൽ മുത്മയിന്ന. അതിലേക്ക് എത്തിയാലുള്ള അവസ്ഥ അദ്ദേഹം പറയുന്നുണ്ട്, അന്നഫ്സുല്ലത്തി സക്കനത്ത് ഇലല്ലാഹ്, അള്ളാഹുലേക്ക് എത്തിയാൽ സമാധാനം കിട്ടും. അള്ളാഹ് എന്ന് വിളിച്ചാൽ, പള്ളിയിലെത്തിയാൽ, സ്വലാത്തിലെത്തിയാൽ, ഖുർആൻ കയ്യിലെടുത്താൽ, വഅനാബത്ത് ഇലൈഹി, അവനിലേക്ക് മടങ്ങുന്ന മനസ്സ്, വറദിയത് ബിഹി റബ്ബൻ, അവനെ റബ്ബായി തൃപ്തിപ്പെട്ടു. റബ്ബ് എന്ത് തന്നാലും നമ്മൾ സ്വീകരിക്കണ്ടേ, അവനാണല്ലോ റബ്ബ്. എന്നിട്ട് വതഖല്ലസത് മിൻ ഖലഖിൽ ഹവാ വൽ മഖാവിഫ്, ഭയപ്പാടുകളുടെ, അസ്വസ്ഥതകളുടെ എല്ലാത്തരം അവസ്ഥകളിൽ നിന്നും മോചിതമായി. അതാണ് യഥാർത്ഥത്തിൽ റാദിയത്തൻ മർദിയ. റാദിയത്ത് എല്ലാത്തരം ചങ്ങലകളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു, എല്ലാത്തരം. അതാണ് റാദിയത്തൻ മർദിയ. അതിനോടാണ് പറയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമം. ഞാൻ അവസാനിക്കണം, അതുകൊണ്ട് എൻ്റെ സമയം കഴിഞ്ഞു. നിങ്ങൾ ഒരു മെസ്സേജ് അയക്കണം. എനിക്ക് 3 സ്റ്റെപ്പുകൾ: 1 അമ്മാറ, 2 ലവ്വാമ, 3 മുത്മഇന്ന. ഒരു സത്തയാണ്, 3 സ്റ്റേജുകളാണ്. നമ്മൾ എത്തേണ്ടത് മുത്മഇന്നയിലേക്കാണ്. അതിൻ്റെ എത്തേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് നമ്മൾ പരിശോധിക്കണം. ഈ മുത്മഇന്നയിലേക്ക് എത്തിയാൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, നമ്മൾ ഭയങ്കര സമാധാനമായിരിക്കും. എന്ത് വന്നാലും നമുക്ക് ഭയങ്കര സംതൃപ്തിയായിരിക്കും. 27 സ്ഥലത്ത് ക്യാൻസർ വന്ന ഒരു സഹോദരിയെ എനിക്കറിയാം. 27 സ്ഥലത്ത് ശരീരത്തിൽ. മരിക്കണതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവരെ കണ്ടപ്പം അവർ ഭയങ്കര ഹാപ്പി. എനിക്കറിയില്ല എങ്ങനെയാണ് ഹാപ്പി, എന്തായിരുന്നു അതന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതായിരുന്നു അത്, നഫ്സുൻ മുത്മഇന്ന. അവിടെ തവക്കുൽ വരും, അവിടെ നമുക്ക് ഹിമ്മത്ത് കിട്ടും, അവിടെ അള്ളാഹുവിനോട് വല്ലാത്ത സ്നേഹം തോന്നും. അള്ളാഹിനെ കാണാനുള്ള സ്നേഹം, മോഹം അവിടെ വരുമ്പോൾ ദുനിയാവിലൊക്കെ ചെറുതാവും. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ പലപ്പോഴും ബിലാൽ റളിയല്ലാഹുവിന്റെ കഥ പറയുമ്പോൾ പറയാറ്, ബിലാൽ മർദ്ദിക്കപ്പെട്ടു, ബിലാൽ വല്ലാതെ കഷ്ടപ്പെട്ടു. നോ, ബിലാൽ കഷ്ടപ്പെട്ടിട്ടില്ല. ബിലാൽ അനുഭവിക്കുകയായിരുന്നു ഒരു മധുരം, ആസ്വദിക്കുകയായിരുന്നു ബിലാൽ. അത് ബിലാൽ റളിയല്ലാഹുവിന്റെ വാക്കുകളിലുണ്ട്. മറ്റൊക്കെ നമ്മൾ പടച്ചുവിട്ട കാര്യങ്ങളാണ്. ആസ്വദിക്കുക. അതുകൊണ്ടല്ലേ തിന്നുകൊണ്ടിരിക്കുന്ന ആ കാരക്ക പൂർത്തിയാക്കാതെ യുദ്ധക്കളത്തിലേക്ക് ഒരു മനുഷ്യൻ ചാടി വീഴണമെങ്കിൽ എന്താ സഹോദരന്മാരെ അനുഭവം? ഈ കാരക്ക തിന്നുമ്പോഴുള്ള മധുരമാണോ? അല്ല, ആ പോർക്കളത്തിൽ പോയി യുദ്ധം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോഴുള്ള അനുഭവമാണോ? അതാണ്. നമുക്ക് നോക്കൂ, നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ കിട്ടേണ്ട ഒരു അവസ്ഥയുണ്ട്. അതൊരു സ്ക്രീൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും. ആ സ്ക്രീനിൽ ഞാനും നിങ്ങളും പോയി ഇരിക്കേണ്ട സ്ഥലം ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും. ഭയങ്കര അത്ഭുതമായിരിക്കും. അവരുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോവുക ഒരു തുള്ളി വെള്ളം ഇങ്ങനെ പോണ മാതിരിയിരിക്കും. അതാണ് നഫ്സുൽ മുത്മഇന്ന. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാക്കട്ടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോക്കൂ, ഇതൊരു യഥാർത്ഥ അവസ്ഥയാണ്. നഫ്സുൽ മുത്മഇന്ന എന്നത് അള്ളാഹു നൽകുന്ന യഥാർത്ഥ അവസ്ഥയാണ്. അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ ദാസന്റെ ഹൃദയത്തിലേക്കെത്തും. എന്ത് വന്നാലും നമ്മൾ കുലുങ്ങൂല. അത് അവനെ അള്ളാഹുവിലേക്ക് ഏകാഗ്രമാക്കും. ഭയങ്കരമായ കോൺസെൻട്രേഷൻ കിട്ടും. ചിതറിപ്പോകൂല. വീണ്ടും അവനുണ്ടെങ്കിൽ അവനെ അള്ളാഹുവിലേക്ക് ഇങ്ങനെ തിരികെ കൊണ്ടുവരും. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഹത്താ കഅന്നഹു ജാലിസുൻ ബൈന യദൈ, അള്ളാഹുവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് പോലെ അവൻ അനുഭവിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഉള്ളെന്താണ്. അതാണ് വാക്ക്. എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സുകളിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഖൈറുണ്ട് എന്ന് അള്ളാഹു അറിഞ്ഞാൽ യുഅ്തികും ഖൈറ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ നൽകും. നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും ശരിയാണില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്തോ ചില വലിയ രോഗമുണ്ട്, ചികിത്സിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഒരാൾ വന്നില്ലേ, എങ്കിൽ ശരിയാണല്ലോ നബിയെ, ഭയങ്കര കടുപ്പം, ഇതൊന്നും കേട്ടിട്ടും എൻ്റെ മനസ്സിന് ഒരു ഉരുകലും ഉണ്ടാകുന്നില്ല. അവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യതീമിന്റെ തലോട്, നിന്റെ കൽബിന്
സമാധാനം കിട്ടും, ലോലമാകും, എൻ്റെ മനസ്സ് ലോലമാകും. യതീമിൻ്റെ യതീമിൻ്റെ തലയെ തലോടാൻ പറഞ്ഞു. വലിയൊരു വിഷയമാണ്, നമ്മൾ മനസ്സിലാക്കണം. വലിയൊരു സംഗതിയാണ്. ലോകത്തെ എത്ര മനുഷ്യരാ യതീമുകളെ സേവിക്കുന്നവർ നിങ്ങൾക്കറിയും? യതീമുകളെ, നമ്മൾ യതീമുകൾക്ക് ഭക്ഷണം കൊടുക്കാനല്ല നമ്മളോട് പറഞ്ഞത്, ആണോ? അല്ല, ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞത് മിസ്കീനാണ്. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. യതീമിനെ കുറിച്ച് പറഞ്ഞത് കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. ഇതെന്തിനാ നിങ്ങൾ മനസ്സിലാക്കി? മിസ്കീന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. മിസ്കീന് ഭക്ഷണം കിട്ടാനല്ല, നമ്മൾ നന്നാകണം, കൊടുക്കണം. നമ്മുടെ മനസ്സ് മാറും കൂട്ടരെ. കൊടുത്തു നോക്കിയാൽ പറയാം. യതീമിനെ തലോടി നോക്കൂ, യതീമിനെ മടിയിലിരുത്തി നോക്കൂ, യതീമിന് നമ്മൾ മക്കൾക്ക് നൽകുന്നത് പോലെയുള്ള സ്നേഹം നിങ്ങൾ നൽകി നോക്കൂ, അനുഭവപ്പെടും. രണ്ട് വിരൽ കൂട്ടിപ്പിടിച്ച്, രണ്ട് വിരലുകൾ കൂട്ടിപ്പിടിച്ചാ പറഞ്ഞു. എന്താ ഈ കാഫിലുൽ യതീം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കലല്ല. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ മനസ്സിനെ മാറ്റും. ഒരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുത്മഇന്നായ നഫ്സിന്റെ ഉടമകളായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മളിപ്പോൾ 3 മനസ്സുകളെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മൾ ചിന്തിക്കുക, ഏത് മനസ്സിന്റെ ഉടമയാകണം? സംതൃപ്തിയുള്ള മുത്മഇന്നായ മനസ്സിലേക്ക് എത്താൻ ഉള്ള സാഹചര്യം, സന്ദർഭം ഒക്കെ എല്ലാവരും ഉണ്ടാക്കുക. വീട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ അതാണ്ടാകട്ടെ. വാശിയും വക്കാണോ ഒക്കെ നിർത്തിവെക്കുക, ഒരു കാര്യമില്ലെന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ രീതിയിലുള്ള ഒരു നല്ല മനുഷ്യനാകാൻ, നല്ല മനസ്സിന്റെ ഉടമയാകാൻ ആഗ്രഹിക്കുക, കൊതിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ ചെലവഴിച്ച ഈ സന്ദർഭം, ഈ നിമിഷം അള്ളാഹു നമ്മുടെ തുലാസിൽ കനം തൂങ്ങുന്നൊരു വലിയ കർമ്മമായി അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. പൂർണ്ണമായ ആയുസ്സോടെ, ആരോഗ്യത്തോടെ ഈ റമദാനിൽ ഈമാനോടെ, ഇഹ്തിസാബോടെ നോമ്പ് നോക്കാനും ഖിയാമുൽ ലൈൽ നടത്താനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.